അപ്പോൾ നമ്മുടെ പോണ്ടിലാണെങ്കിൽ കുറച്ച് നാളായിട്ടൊരു പുലിവാഹന ചത്ത് പോയിട്ട് നമ്മളെല്ലാത്തിനെയും മാറ്റിയിട്ട് കല്ലുപ്പിട്ട വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ പുലിവാഹനയും നൈസായിട്ട് നമുക്ക് ഇവിടെ പോണ്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം വയ്യാത്തതിനെയൊക്കെ നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ട് വയ്യായ്ക മാറിയതിനെയൊക്കെ എല്ലാത്തിനും എടുത്തിട്ട് നമ്മുടെ പോണ്ടിലേക്ക് മാറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ പുലിവാഹനയും നമ്മൾ ഈ കാണുന്ന ബക്കറ്റിലേക്കാട്ടോ മാറ്റിയത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കണ്ണ് ഇച്ചിരി വീങ്ങിയിരിപ്പുണ്ട്, കൂടാതെ എന്ത് പ്ലാസ്റ്റിക് കവർ ഒട്ടിയിരിക്കണ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് ഈ കാണുന്ന കണ്ണിനാണ് എന്തോ വിഷയമുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് കഠിന ട്രീറ്റിലേക്ക് പിന്നെ മാറ്റാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മെത്തലിൻ ബ്ലൂ ഒഴിച്ച് പിന്നെ എന്താണ് ഇടാം കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ കല്ലുപ്പാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവൻ റെഡിയായി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ ലൈഫ് ഫീഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നേരത്തെ ഇട്ട് കൊടുക്കേണ്ട താമസമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ആൾ എന്താ പോലെ ആവശ്യമായിട്ടിരിക്കുന്നു. ഇപ്പോൾ വയ്യാഴിക മാറിയല്ല പുലിവാഹയാണ് കേട്ടോ ഈ കിടക്കണം. ഇവന്മാരാണെങ്കിൽ നൈസായിട്ട് നമുക്ക് പോണ്ടിലേക്ക് റിലീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് റിലീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തവനാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് റിലീസായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തവനെയും കൂടി പിടിച്ചിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് റിലീസ് ചെയ്യാം കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് ഇവന്മാരുടെയൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. രാത്രി മസ്റ്റായിട്ട് നോക്കിയിട്ടേ നമ്മൾ കിടക്കുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇവന്മാർക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ സ്പോട്ടിൽ മാറ്റുന്നതായിരിക്കും കേട്ടോ. കൂടാതെ നമ്മൾ ഇവന്മാരുടെ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും. അടുത്തതിനെയും കൂടി പിടിച്ചതിന് നമ്മുടെ പണി തീർന്നിട്ട്. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഗൗര കിടപ്പുണ്ട്. അപ്പോൾ ആ ഗൗരേനെയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അതേ കണ്ടില്ലേ, അപ്പോൾ ഈ കാണുന്ന പുലിവാഹയും കൂടിയുള്ളൂ ലാസ്റ്റത്തെ പുലിവാഹ കേട്ടോ. അപ്പോൾ ഇനി 3 കൂടി കിടപ്പുണ്ട്. അപ്പോൾ അവന്മാരുടെ ഇതൊക്കെ മാറിയിട്ട് ശരിയായി വരുന്നവരെ അതിൻ്റെ അകത്ത് കിടക്കും കേട്ടോ. അപ്പോൾ നൈസായിട്ട് അവനെയും കൂടി അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി അതിൻ്റെ അകത്ത് 3 കിടപ്പുണ്ട്, കൂടാതെ ആവശ്യത്തിന് ലൈഫ് ഫീഡും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം വിശന്നൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഈ കാണുന്ന തുപ്പൽ കുടിയൻ അഥവാ നെറ്റി പൊട്ടൻ എന്നൊക്കെ പറയണ മീനിനെ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇവന്മാരെടുത്തോളം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആളങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. കുറേ പൊടിമീനും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇവന്മാരെ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവന്മാർ ഇവൻ്റെ ഇഷ്ടപ്രകാരം ഫിഷസിനെയൊക്കെ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കണ ഈ പുലിവാഹനെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവന്മാർ ആക്റ്റീവായിട്ടുണ്ടെന്ന് വെച്ചാൽ പകുതിയിൽ നിൽക്കുക കേട്ടോ. ചിലപ്പോൾ തട്ടിപ്പോവും, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവന്മാർ എന്തായാലും ജീവിച്ചു വരാൻ വളരെയധികം ചാൻസ് കുറവാട്ടോ. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ അകത്തേക്ക് ലൈഫ് ഫീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലൈഫ് ഫീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഇവിടെ ആക്റ്റീവായിട്ട് തന്നെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചാടിപ്പോകാനൊക്കെ നോക്കി, ചാടിപ്പോയിട്ടുണ്ടാന്ന് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചാടിപ്പോയെങ്കിൽ പോട്ടെ, അവന്മാർ ഈ കോഴി തിന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ മീനൊക്കെ ചാടിപ്പോയാൽ പെട്ടെന്ന് തന്നെ കോഴിയാണ് അറ്റാക്ക് ചെയ്ത് തിന്നണം കേട്ടോ. അപ്പോൾ അതേ എല്ലാ കല്ലും നമുക്കിങ്ങനെ സൈഡിലേക്ക് നീക്കി വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ വല്ലതും വന്നിട്ട് തേലേക്ക് വന്ന് തട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ മീനിൻ്റെ പുറത്തേക്കെങ്ങാനും വന്ന് വീണാൽ മീൻ സ്പോട്ടിൽ ഡെഡായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പം നൈസായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നെറ്റ് അടക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ പുലിവാഹയുടെ കണ്ണിലാണ് ഈ പ്രശ്നം കേട്ടോ. ആളിത്തിരി ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇങ്ങനെ ക്ഷീണിച്ചിരിപ്പുണ്ട്. നമ്മൾ മത്സ്യം മേടിച്ച പുലിവാഹയാണ് കേട്ടോ ഈ കിടക്കണത്. അപ്പോൾ ഇവത്തിൽ ചെറുതാണ് കേട്ടോ മത്സ്യം മേടിച്ച. തൊട്ടപ്പുറത്ത് കിടക്കണത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഇരിക്കണതുകൊണ്ട് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ മൂഷയാട്ടെ ഈ കിടക്കണം. അത്യാവശ്യം ഗ്രോത്തൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നമ്മൾ ചെമ്മീനാണ് കേട്ടോ ഇവനെ ഫീഡ് ചെയ്യണം. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കും കേട്ടോ. ഈ കാണുന്ന നമ്മുടെ പൂച്ചക്കുട്ടി കേട്ടോ. അപ്പോൾ ഇവൻ്റെ പേര് ടുട്ടു എന്നാണ്. ആൾ നല്ല മാന്തൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൗര കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് അവത്തിലേക്കൊരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഗൗരയുടെ കുഞ്ഞുങ്ങൾ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഗൗര നമ്മുടെ തോടുകളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരൻറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചേക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞിനെ ഞാനിപ്പോൾ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ കണ്ണന്മാരാട്ടോ നമ്മൾ കൊടുക്കാനിട്ടേക്കണം. അപ്പോൾ വേണ്ടവർ ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ഉണ്ട്, വയലറ്റ് കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്തേക്കാം കേട്ടോ. എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുലിവാഹ എല്ലാവരും ഫീഡൊക്കെ എടുക്കാൻ നോക്കണുണ്ട്. അപ്പോൾ
ഇവന്മാരെല്ലാവരും പേടിച്ചൊക്കെ നിൽക്കുവാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ അടുത്തേക്കെല്ലാം നേരം ചാടണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചാടി പോകാൻ ചാൻസ് കുറവാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചാടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നൈസായിട്ട് ഇതൊക്കെ അടച്ചു വെച്ചേക്കാം നമുക്ക്. ഇവന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുവാണെങ്കിൽ നൈസായിട്ട് എല്ലാത്തിനെയും മാറ്റുക കേട്ടോ. നമ്മുടെ പുലിവാഹനം മാറ്റിയിട്ട് നേരത്തെ ഇട്ടിരുന്ന ടാങ്കിൽ തന്നെ ഇടാൻ പോകട്ടെ. എന്നാന്ന് വെച്ചാൽ നമ്മൾ മാറ്റിക്കളിയാണ്. കുറച്ച് നാൾ മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നൈസായിട്ട് ഇതൊക്കെ അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ എട്ടുകാലിനെ മാറി ഇപ്പോൾ അട്ടയായിട്ടാ, ഈ തേരട്ട അട്ടയെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവന്മാർ വീണ് ഈ വെള്ളം മുഴുവനും ഇങ്ങനെ അലമ്പാക്കി ഇടും കേട്ടോ. എനിക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇത് കോരിക്കളയാനാണ് അവസരം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇത് തുരുവരാന്ന് വീണ് കിടക്കും കേട്ടോ. 5-6 ദിവസമായിട്ട് നമ്മൾ ലൈഫ് ഫീഡ് മാത്രം ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. ഇതേപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.